വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഈസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം: 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ. യെസ്, എന്നെ ഇതില് വിളിച്ചായിരുന്നു നേരത്തെ. ആരാണ്? സഹൽ. സഹൽ. യെസ്. എന്തായിരുന്നു? വിശ്വാസിയാ? അതെ. എന്തായിരുന്നു? അല്ല, ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. സോറി, പറയൂ. ക്ഷമിക്കണം, കട്ടായി പോയി. പറയൂ. അപ്പോ ഈ ഞങ്ങള് വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ ഖുർആൻ കംപ്ലീറ്റ്ലി ഫോൾസ് ആണ് എന്നുള്ള രീതിക്കാണോ വിശ്വസിക്കുന്നത്? എങ്ങനെ? അതായത് ഖുർആൻ കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്, അതായത് മാൻമെയ്ഡ് ആണ് എന്നുള്ള രീതിയിലാണോ ചിന്തിക്കണം? ഫോൾസ് ആണ് എന്ന് പറയുന്നതും മാൻമെയ്ഡ് ആണ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അതായത് ഇപ്പോ ദൈവിക ഗ്രന്ഥമാണെന്നുണ്ടെങ്കിൽ അത് മാൻമെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഫോൾസ് ആയില്ലേ? എങ്ങനെ? ഖുർആൻ എന്നതൊരു ദൈവിക ഗ്രന്ഥമാണെന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. അപ്പൊ അത് മാൻമെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഡിഫോൾട്ട്ലി ഫോൾസ് ആയില്ലേ? ഏത് ഫോൾസ് ആയി? ഖുർആൻ എന്നത് മാൻമെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഫോൾസ് അല്ലേ? ഏത് ഫോൾസ് ആയി? ഖുർആൻ എന്നത് ഫോൾസ് അല്ലേ? ഖുർആൻ എന്നത് ഫോൾസ് ആവേ? ഖുർആൻ എന്നത് ദൈവികമല്ല എന്നായി, അത്രയല്ലേ ഉള്ളൂ. ദൈവികമല്ല എന്നുണ്ടെങ്കിൽ അത് മാൻമെയ്ഡ് ആണ് അല്ലേ? അതെ. മാൻമെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ദൈവിക ഗ്രന്ഥത്തിനെതിരല്ലേ? അത് ഫോൾസ് അല്ലേ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, അപ്പോ താങ്കൾ അതായത് വിശ്വസിക്കുന്നത് ഖുർആൻ മാൻമെയ്ഡ് ആയിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് എന്നാണ് വിശ്വസിക്കുന്നത്? മാൻമെയ്ഡ് ആയിട്ട് സൃഷ്ടിക്കപ്പെടേ? അതെ, എഴുതപ്പെട്ടതാണോ? അതായത് ഇപ്പോ വിശ്വാസികൾ വിശ്വസിക്കുന്നത് പോലെ അത് വഹി ഇറങ്ങിയതല്ല, അതല്ലാതെ സ്ക്രിപ്റ്റഡ് ആണ്. അതെ, മനുഷ്യനുണ്ടാക്കിയതാണ്. അല്ല, ഞാനത് ഇപ്പോ ആർഗ്യൂ ചെയ്യാനോ തർക്കിക്കാനോ വേണ്ടി വിളിച്ചതല്ല. അപ്പൊ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇപ്പോ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. അപ്പൊ അതില് ഇപ്പോ ഈ ഖുറാന്റെ മിറാക്കിൾസ് ആയിട്ട് കുറെ സാധനങ്ങൾ സയന്റിഫിക്കലി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആര് പറയുന്നു? ഇപ്പൊ വിശ്വാസികൾ പറയുന്നുണ്ട്. ഒരു ഉദാഹരണം പറയൂ. ഇപ്പൊ രണ്ട് കടലുകൾ തമ്മിൽ കൂട്ടിമുട്ടാതെ അപ്പൊ അതിന്റെ ഒരു ബാരിയർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നൊരു സംഭവം ഖുറാനില്. അപ്പൊ അത് ഇല്ല, അപ്പൊ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അതായത് ഇപ്പോ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഞാനത് ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ അക്കോർഡിംഗ് ടു ഇസ്ലാം, ഇപ്പൊ മുഹമ്മദ് നബി ആ കാലഘട്ടത്തില് ഈ പറഞ്ഞ ട്രാവലിങ്ങും കാര്യങ്ങളും ഈ പറഞ്ഞ കടലിലൂടെ ഒന്നും നടത്തിയിട്ടില്ല. ഇപ്പൊ മൂപ്പർക്ക് അങ്ങനെ ഒരു ദൃഷ്ടാന്തം എങ്ങനെ അത് ആ ഒരു കൺസെപ്റ്റിൽ വരുന്നു? അപ്പൊ നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലേ? അപ്പൊ എനിക്കത് ഡൗട്ടാണ്. ഇത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇത് എങ്ങനെ മാൻമെയ്ഡ് ആയ ഒരു സംഭവം ആൾക്ക് എങ്ങനെ അത് കിട്ടുന്നു? മിറാക്കിൾ. അതായത് രണ്ട് കടലുകൾ ചേരുന്നില്ല, രണ്ട് വാട്ടർ ബോഡീസ്, അങ്ങനെ ഖുറാനിലുണ്ട്. അതൊരു സയന്റിഫിക് മിറാക്കിൾ ആണ്. അത് നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലേ? എനിക്കതിൽ കൺഫ്യൂഷൻ ആണ്. അതെങ്ങനെ? നിങ്ങളുടെ കൺഫ്യൂഷൻ എന്താണ്? അപ്പൊ അതായത് ഇപ്പൊ ഒരു മാൻമെയ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് പ്രോഫറ്റിന് എങ്ങനെ മനസ്സിലായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരു സയന്റിഫിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം എങ്ങനെ ഉണ്ട്? അപ്പൊ നിങ്ങളിപ്പോ ഒരു ചിന്തിക്കുന്ന മുസ്ലിമാണ്. അതെ. അപ്പൊ നിങ്ങൾ ആ ചിന്തിക്കുന്ന കൂട്ടത്തിൽ ഇവിടെയാണ് ഇപ്പൊ സ്റ്റക്കായി നിൽക്കുന്നത്. ഇത് മാത്രല്ല, അപ്പൊ ഞാൻ സ്റ്റക്കായിട്ടുള്ള ഒരുപാട് ഘട്ടങ്ങൾ ഉള്ളതിൽ ഒന്ന് ഇതാണ്. അതെ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രോസസ്സിലെ മിസ്റ്റേക്ക് എന്താണെന്നറിയോ? നിങ്ങളെ മിസ്റ്റേക്ക് അങ്ങനെ മിക്സ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു എന്ന് വന്നപ്പോ മിക്സ് ചെയ്യുന്നുണ്ടോന്ന് നിങ്ങൾ അന്വേഷിച്ചില്ല. അതാണ് നിങ്ങളുടെ മിസ്റ്റേക്ക്. അപ്പൊ ഞാനത് അന്വേഷിച്ച സമയത്ത് മിക്സ് ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ഇല്ല. അതായത് ഇപ്പൊ അതായത് സലൈൻ ലെവൽ ഡിഫറെന്റ് ആവുന്ന സമയത്ത് ഇപ്പോ നോൺ സലൈൻ ആയിട്ടുള്ള വാട്ടറും സലൈനിറ്റി കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള സ്ഥലത്ത് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അതെ. അത് തെറ്റാണ്. അതെനിക്കറിയില്ല. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാലിനിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി ഡിഫറെന്റ് ആവുന്ന
ഇപ്പോ ഖുറാനിൽ പറഞ്ഞത് പ്രകാരം ആ കാര്യം സത്യമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വിഷയം അവിടെ ആ ഒരു മിക്സിങ് അത് 0% ആയിരിക്കണം. 0% അല്ല, പക്ഷെ അവിടെ ആ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ബാരിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ 0 ആയിരിക്കില്ലേ? അല്ല, അങ്ങനെ ബാരിയർ എന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, രണ്ട് സ്ഥലത്ത് ഇപ്പൊ നിങ്ങൾ ഒരു ഏതെങ്കിലും ഒന്ന് സൈഡിൽ പറയും. നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ബാരിയർ ഉണ്ടോ ഇല്ലേ? ബാരിയർ ഉണ്ട്. ബാരിയർ ഉണ്ട്. പിന്നെന്തായാലും ആ, പറയുന്നത് മിക്സ് ചെയ്യുന്നില്ല എന്നല്ലേ പറയുന്നത്? അതായത് രണ്ട് സ്ഥലത്തിന്റെ ഇടയിൽ ഒരു അതായത് അതാ ഞാൻ മിക്സിംഗ് ചോദിക്കണേ. പ്രോസസ്സിനെ. ആ, അതെ, ബാരിയർ ഉണ്ട് എന്നല്ലേ പറയുന്നത് ഖുറാനില്? യെസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മിക്സ് ചെയ്യുന്നുണ്ട് എന്നാണോ ഇല്ല എന്നാണോ? മിക്സ് ചെയ്യുന്നില്ല. അതിപ്പോ അപ്പൊ 100% ആണോ ഇല്ലേ എന്നുള്ളത് കേൾക്കൂ എനിക്കറിയില്ല. കേൾക്കൂ. അതെ, അത് നിങ്ങൾ അറിയണല്ലോ. യെസ്. മിക്സ് ചെയ്യുന്നില്ല എന്ന് പറയുകയും ബാരിയർ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് 0% ആയിരിക്കണം. ഓക്കെ, അതിനിപ്പോ 0.01% ആണ് മിക്സ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ ബാരിയർ ഉണ്ടോ? അതായത് ഉണ്ടോ ഇല്ലേ? വിസിബിളി അവിടെ ഒരു ബാരിയർ ഉണ്ട്. ഉണ്ടോ ഇല്ലേ? ഞാൻ പറയുന്നത് ഉം. ഇപ്പോ അതിന്റെ ഇപ്പോ വാട്ടർ ആക്ച്വലി മിക്സ് ആവുന്നോ അതൊക്കെ ഉണ്ടോ നിക്കട്ടെ, ഇല്ലേ എന്നുള്ളതല്ല. അതൊക്കെ അവിടെ നിക്കട്ടെ. വിസിബിളി അവിടെ ഒരു ബാരിയർ. നിങ്ങൾ പറയുന്നത് ഖുറാനിൽ പറയുന്നത് ബാരിയർ ഉണ്ട് എന്നും അത് മിക്സ് ചെയ്യുന്നില്ല എന്നും പറയുമ്പോൾ ആ മിക്സ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് 0% ആണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. മേ ബി അതില് മേ ബി പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോ പോരാ, അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയണം. അതായത് പടച്ചോൻ മിക്സ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0% ആണ്. അതെന്താ നിങ്ങൾക്ക് പറയാൻ ഉറപ്പില്ലാത്ത? അതായത് അത് ഉറപ്പിക്കണ്ടേ? ഞാൻ കേട്ടതനുസരിച്ച്, അതായത് ഇപ്പൊ മിറാക്കിൾ എന്ന സമയത്ത് ഇപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ അതൊക്കെ ശരി. നമുക്കിപ്പോ വിസിബിൾ ഇപ്പൊ നമ്മളിപ്പോ നിങ്ങൾ കണ്ണട വെച്ചിട്ടുണ്ടോ? ഇല്ല, കണ്ണട വെച്ചിട്ടില്ല. അപ്പൊ നിങ്ങളിപ്പോ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോ നിങ്ങൾക്ക് ബാക്ടീരിയ വൈറസ് ഒക്കെ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾ മൈക്രോസ്കോപ്പ് എടുത്ത് വെച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോ അവിടെ ബാക്ടീരിയ കാണുന്നില്ലേ? അതെ. അപ്പോ നിങ്ങൾക്ക് കണ്ണട വെക്കാതെ നിങ്ങൾ പറയാണ് ആ ബാക്ടീരിയ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഇല്ല, റെഡി ഇല്ല. അല്ല. അപ്പോ ഒരു പടച്ചോൻ പറയാണ് മിക്സ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോ, എന്നാൽ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോ അത് മിക്സ് ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ പടച്ചോൻ പറഞ്ഞ് തെറ്റിയില്ലേ? ഞാനത് അപ്പൊ ഒരു കോണ്ടെക്സ്റ്റ് പ്രകാരം എന്ത് കോണ്ടെക്സ്റ്റും ആയിക്കോട്ടെ, എന്ത് കോണ്ടെക്സ്റ്റും ആയിക്കോട്ടെ, മിക്സ് ചെയ്യുന്നുണ്ട് എന്നതാണ് ശാസ്ത്രം പറയുന്നത്. പടച്ചോൻ പറയുന്നത് മിക്സ് ചെയ്യുന്നില്ല എന്ന്. നിങ്ങൾ ഏതാ എടുക്കുക? എനിക്കറിയില്ല. ഇപ്പൊ മേ ബി അറിയില്ലേ? ശാസ്ത്രം പറയുന്നു മിക്സ് ചെയ്യുന്നുണ്ടെന്ന്, പടച്ചോൻ പറയുന്നു മിക്സ് ചെയ്യുന്നില്ല എന്ന്. നിങ്ങൾ ഏതെടുക്കും? അല്ല, ഞാനിപ്പോ ഇവര് നിങ്ങൾ ഏതെടുക്കാന്ന് പറയൂ. ഇപ്പൊ ഞാൻ പറയട്ടെ, അതായത് നിങ്ങൾ ഏതെടുക്കാന്ന് പറയൂ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാലോ. അലാസ്ക, ഗൾഫ് ഓഫ് അലാസ്ക, ആയിക്കോട്ടെ, അതിലൊക്കെ നമുക്ക് പോകാം. സയന്റിഫിക്കലി നമ്മൾ ശരി, റെഫർ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ പറയൂ. ഇത് മിക്സ് ചെയ്യുന്നുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. മിക്സ് ചെയ്യുന്നുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നത് ഈ മെഡിറ്ററേനിയൻ അതുപോലെ എവിടെയാണെങ്കിലും അത് മിക്സ് ചെയ്യാതെ നിൽക്കുന്നൊന്നുമില്ല. അവിടെ 0% മിക്സിംഗ് അല്ല. അവിടെ നോൺ സീറോ ആണ്. അതായത് അവിടെ റേറ്റ് ഓഫ് മിക്സിംഗ് സ്ലോ ഡൗൺ ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾക്കത് മിക്സ് ചെയ്യാത്ത പോലെ തോന്നുന്നത്. നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ അല്ലാതെ നോക്കിയപ്പോൾ ബാക്ടീരിയ ഇല്ല എന്ന് പറയുന്ന പോലെയാണ് അത്. മീൻസ് നിങ്ങൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനില്ല. അപ്പൊ അവിടെ നമുക്ക് പറയാലോ ബാക്ടീരിയ ഇല്ല എന്ന്. കണ്ണോട് നോക്കിയിട്ട് ഇവിടെ ബാക്ടീരിയ ഒന്നും കാണില്ല എന്ന് നിങ്ങൾക്ക് പറയാലോ. ഇത് പറയാൻ ഇപ്പൊ പടച്ചോനാവണമെന്നുണ്ടോ ഇങ്ങനത്തെ മണ്ടത്തരം പറയാൻ? അല്ല, അതല്ല. ഇപ്പൊ ഞാൻ അർ-റഹ്മാൻ വായിച്ചു നോക്കിയ സമയത്ത്, അല്ല, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അർ-റഹ്മാനിലേക്ക് പോവാം. ഇത് പറയൂ. അപ്പൊ ഇനി പറയൂ, എന്തുകൊണ്ടാണ് ഇനി ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ അരിസ്റ്റോട്ടിലൊക്കെ ജീവിച്ചിരുന്ന ഏത് കാലത്താ? അതിനു മുന്നെയാണ്. അരിസ്റ്റോട്ടിൽ ഇതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. സലൈൻ വാട്ടറും ഫ്രഷ് വാട്ടറും മിക്സ് ചെയ്യുന്നില്ല. അരിസ്റ്റോട്ടലിന്റെ ഒരു എക്സ്പെരിമെന്റ് തന്നെയുണ്ട്. അത് അറിയില്ലേ? ഇല്ല, അറിയില്ല. അപ്പോ ഇത് മനുഷ്യന് അറിയാത്ത കാര്യമാണോ? മുഹമ്മദ് നബിക്ക് മുന്നേ അറിയുന്ന കാര്യമല്ലേ? മുഹമ്മദ് നബിക്ക് മുന്നേ അറിയുന്ന ഒരു കാര്യം അങ്ങനെ സലിനിറ്റിയിലോ അല്ലെങ്കിൽ അതിന്റെ സൊല്യൂട്ട് കോൺസെൻട്രേഷനിലൊക്കെയോ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യാൻ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അതിന്റെ സോളിബിലിറ്റി റേറ്റ് കുറവ് വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നറിയാൻ ഒരു പ്രവാചകൻ പറഞ്ഞ കാര്യം എന്താ ഉള്ളത്? അതൊരു സയന്റിഫിക് ഒരു ബെൻഡ് ഓഫ് മൈൻഡോടുകൂടി ഒബ്സർവ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും കണ്ടെത്താവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പൊ ഇതിലിപ്പോ പടച്ചോന്റെ റോൾ എന്താണ്? അത് പറയും.
അല്ല അപ്പൊ ഞാൻ ഇപ്പൊ എനിക്കറിയില്ല, ഇപ്പൊ സയന്റിഫിക്കലി നിങ്ങൾ റെഫർ ചെയ്യണത് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ചിലപ്പോ ഈ മെഡിറ്ററേനിയൻ സീലോ അല്ലെങ്കിൽ ഗൾഫ് ഓഫ് അലാസ്കയോ റെഫർ ചെയ്തിട്ടായിരിക്കും. പക്ഷെ അത് അത് ഖുറാനില് അത് ഞാൻ റെഫർ ചെയ്തത് പറഞ്ഞുതരാം. അതായത് മുഹമ്മദ് നബി ജീവിച്ചിരുന്ന സ്ഥലം ഏതാ? അറേബ്യയാണ്. അറേബ്യയില് അവിടെ ഇതുപോലെയുള്ള അവര് മുക്കുവന്മാരായിട്ട് ജീവിച്ചിരുന്ന ആളുകളാണെന്ന് അറിയോ? അവിടെയുള്ള പല ആളുകളും കടലിൽ കോസ്റ്റൽ പോയി റീജിയനോട് ഉള്ള അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിലും ഓക്കെ. അറിയും. ഇപ്പൊ അപ്പൊ നബിനെ കടല് സംബന്ധിച്ചിടത്തോളം ജദ്ദ അപ്പൊ കടലുള്ള കാര്യം മുഹമ്മദ് നബിക്ക് അറിയില്ലേ? അറിയുമായിരിക്കും. അറിയും. അപ്പൊ സ്വാഭാവികമായിട്ടും ആഴക്കടലിന്റെ അടിയിൽ ഇരുട്ടുണ്ടെന്ന് മുഹമ്മദ് നബി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഖുറാനില്? മുഹമ്മദ് നബി ആണോ ഖുറാനിൽ പറഞ്ഞതെന്ന് എന്താണെങ്കിലും അതവിടെ അറിയാലോ. ഓക്കെ. എം അക്ബർ സമ്മതിച്ചത് അറിയാലോ. ആഴക്കടലിന്റെ അടിയിൽ ഇരുട്ടുണ്ടെന്നുള്ള കാര്യം അന്നത്തെ കാലത്തെ അറബികൾക്ക് അറിയാമായിരുന്നു. കാരണം അവര് മുക്കുവന്മാരായിട്ട് മുത്തുപെറുക്കി ജീവിച്ചിരുന്ന ആളുകളാണ് എന്ന് അക്ബർ എന്നെ സമ്മതിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയോ? അറിയില്ല. ഏ അല്ല എനിക്കറിയില്ല. അത് അക്ബർ വരെ സമ്മതിച്ച കാര്യമാണ് സംവാദത്തിന് ശേഷം. അപ്പോ അതായത് മുക്കുവന്മാരായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവർ കടലിൽ പോകുമ്പോൾ, അതുപോലെ തന്നെ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ എസ്റ്ററീസ് എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് കരയിൽ നിന്ന് ഒഴുകി വരുന്ന ജല സ്രോതസ്സുകൾ കടലുമായിട്ട് ചേരുന്ന ഘട്ടങ്ങളിൽ അവിടെ ഒരു ബാരിയർ ഫോം ചെയ്യും. ഇത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് പോയാൽ മതി. അവിടെ നിങ്ങൾക്ക് കാണാവുന്ന കാര്യമാണ്. ഇതിനിപ്പോ നമ്മൾ അലാസ്കയിലും മെഡിറ്ററേനിയൻ മറ്റേ കടലിലൊന്നും പോകേണ്ട കാര്യമില്ല. കോഴിക്കോട് കടപ്പുറത്ത് നമുക്ക് കാണാം ചില ഘട്ടങ്ങളിൽ. അപ്പോ ഒന്ന്, അവർക്ക് അവരുടെ കണ്ണുകൊണ്ട് തന്നെ അവർ ജീവിച്ചിരുന്ന ചുറ്റുപാടിൽ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. രണ്ട്, മുഹമ്മദ് നബി ജീവിക്കുന്നതിന് മുന്നേ ഉള്ള അരിസ്റ്റോട്ടലിനെ പോലുള്ള ആളുകൾ വരെ എഴുതി വെച്ച് അതൊരു ശാസ്ത്ര വിവരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. ഈ കാര്യങ്ങൾ പറയാൻ ഒരു ദൈവത്തിന്റെ ആവശ്യം എന്താ ഉള്ളത്? മേ ബി അല്ല, അതാണ് റൈറ്റ്. അതുകൊണ്ടാണ് നമ്മൾ മതം വിട്ടത്. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെയാണ് ഇതിനകത്ത് എഴുതി വെച്ചിട്ട് സയന്റിഫിക് മിറാക്കിളാണ് തള്ളുന്നു എന്നറിഞ്ഞുകൊണ്ട്. ഇനി നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു ആളുണ്ട്, ഹംസ സോൾസിസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ആള് ഒരു ഇസ്ലാമിക് ദാവ പ്രവർത്തകനാണ്. അപ്പോ ആള് ഈ സയന്റിഫിക് മിറാക്കിൾ ആർഗ്യുമെന്റിനെ കുറിച്ചിട്ട് കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കണേ? അറിയില്ല. ദ സയന്റിഫിക് മിറാക്കിൾ ആർഗ്യുമെന്റ് അതൊരു ഇന്റലക്ച്വൽ ഒരു എംബാരസ്മെന്റ് ആയി മാറിയിരിക്കുകയാണ് എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ആർഗ്യൂ ചെയ്തു കഴിഞ്ഞാൽ അത് മാത്രം മതി ഇസ്ലാമിനെ പൊളിക്കാൻ എന്നാണ് പുള്ളി നിരീക്ഷിച്ചത്. നമ്മളൊക്കെ മതം വിടാനുണ്ടായ ഒരു പ്രധാന ഒരു അഡീഷണൽ റീസൺ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. കാരണം നമ്മൾ ഈ കൊണ്ടു നടന്ന ഈ സയന്റിഫിക് മിറാക്കിൾ, ഇപ്പൊ എംബ്രിയോളജിനെ കുറിച്ച് പറഞ്ഞത്, തേനീച്ച ശാസ്ത്രം, വിരലടയാള ശാസ്ത്രം, അതല്ലെങ്കിൽ ഇപ്പോ എന്താണ് മറ്റേ ഫറോവ, മമ്മി, ഇഞ്ചാതി സാധനം, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മിറാക്കിൾ ആണെന്ന് പറഞ്ഞു ഉണ്ടിയും തള്ളിയും കുറെ കാലം കൊണ്ട് നടന്നിരുന്ന ആളുകളാണ് നമ്മളൊക്കെ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ മനസ്സിലായി ഇതൊക്കെ ഒരു സിന്ദാനി പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കുക്ക്ഡപ്പ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സംഗതികളാണ് അതിനകത്ത്. നിങ്ങളത് വിശദമായിട്ട് നോക്കുക. യൂട്യൂബിൽ വീഡിയോസ് ഇഷ്ടംപോലെ കിടപ്പുണ്ട് എന്തുകൊണ്ടാണ് അത് ഓരോന്നും തെറ്റാവണം എന്നുള്ളത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഒരെണ്ണം ഈ മിക്സിങ്ങിന്റെ കാര്യം ഇപ്പൊ തീരുമാനമായല്ലോ. ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഖുറാനിൽ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങളുടെ വിരൽ തുമ്പുകളെ പോലും പുനഃസൃഷ്ടിക്കാൻ കഴിയുന്നവനാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് എല്ല് പൊടിഞ്ഞതിനെ കുറിച്ച് പറയുന്നിടത്താണ് അത് പറയുന്നത്. അപ്പോ രണ്ട് എററാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം വിരൽ തുമ്പുകളിൽ എല്ലാണ് ഏറ്റവും ചെറുത് എന്നുള്ളൊരു ധാരണയാണ് അവിടെ വന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ല് ഏതാ? വിരൽ തുമ്പിൽ എല്ലാണോ? അല്ല, അറിയില്ല. അതേതാ? ഇയേഴ്സ് ആണോ? നമ്മുടെ ചെവിക്കകത്തുള്ള ഒരു എല്ലല്ലേ? അല്ലേ? അതിന്റെ പേരെന്താണ്? അറിയില്ല. അത് സ്റ്റെപ്പീസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇല്ല. അത് നമ്മളെ ചെവിക്കകത്തുള്ള ഒരു നമ്മളെ ചെവിയുടെ അകത്തുള്ളതാണത്. അതായത് അതാണ് ശരീരത്തിലെ ഏറ്റവും ചെറിയ ബോൺ. അതായത് ഏറ്റവും ചെറിയ എല്ല് പോലും പുനഃസൃഷ്ടിക്കാൻ കഴിയുന്നവനാണ് എന്നുദ്ദേശിക്കാനാണ് ആ വാചകം കൊണ്ടുവന്നുണ്ടെങ്കിൽ അത് വിരൽത്തുമ്പെടുത്തത് അവിടെ തെറ്റി. ഇനി വിരൽത്തുമ്പ് ആണ് ഉദ്ദേശിച്ചത്, ഈ ഫിംഗർ പ്രിന്റ് ആണ് ഉദ്ദേശിച്ചെന്നുണ്ടെങ്കിൽ വീണ്ടും തെറ്റി. കാരണം എന്താണ്? വിരൽത്തുമ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് മുഹമ്മദ് നബി വരുന്നതിന് മുന്നേ അവിടെ ഉണ്ട്. ചൈനീസ് ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ അവര് നൂറ്റാണ്ടുകൾക്ക് മുന്നേ അത് ഉപയോഗിച്ചിരുന്ന ആളുകളാണ്. ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉള്ളതാണ്. അപ്പൊ അതും പൊളിഞ്ഞില്ലേ?
പക്ഷെ ഈ ഖുറാനിൽ തന്നെ ഇപ്പോ ഇനി അടുത്ത എന്താ? ഇനി എംബ്രിയോളജി പറഞ്ഞുതരാം. എംബ്രിയോളജിയുടെ അല്ല, എംബ്രിയോളജി കൂടി പറഞ്ഞുതരാം. അതുമാണല്ലോ ഏറ്റവും കൂടുതൽ തള്ളിക്കൊണ്ട് നടക്കുന്ന സാധനം. എംബ്രിയോളജി ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന സംഗതി 2 കാരണങ്ങൾ കൊണ്ടാണ് അത് തെറ്റാവുന്നത്. ഒന്ന്, ആ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്, അതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഒന്ന് അത്. 2, ഈ പറഞ്ഞ സാധനങ്ങൾ ഇതേ മോഡൽ പറഞ്ഞിരിക്കുന്നത് ഗാലനെ പോലുള്ള ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഗാലൻ എന്നാ ജീവിച്ചിരുന്നത്? മുമ്പാണ്. ഇനി അതുകൂടാതെ ആയുർവേദ ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്ക്. സംഗതി സൂഡോ സയൻസ് ഒക്കെയാണ് ആയുർവേദം എന്നുണ്ടെങ്കിൽ അവരുടെ ടെക്സ്റ്റിൽ പോലും ഇതിനെ കുറിച്ച് മെൻഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 3000-4000 വർഷം പഴക്കമുള്ളതാണെന്നല്ല അവർ തന്നെ പറയുന്നത്. അപ്പോ മുഹമ്മദ് നബിക്ക് മുന്നേ വിവരമില്ലേ? അപ്പൊ അതവിടെ ഒരു കാരണം. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന കാര്യമാണ്. കാരണം ഈ അബോർഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ മുന്നേ മുഹമ്മദ് നബി ഉള്ളപ്പോ കണ്ടുപിടിച്ച സാധനമല്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സ്ത്രീകൾ അബോർഷൻ നടക്കുമ്പോ അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവർക്ക് കാണാൻ കഴിയുന്ന കാര്യമാണിത്. ഈ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഈ എംബ്രിയോ. അത് കണ്ടിട്ട് അത് ഇതുപോലെ അട്ടയെ പോലെ ഇരിക്കുന്നോ ഇനി അങ്ങനെ എന്ത് തന്നെ ഉദ്ദേശിച്ചാൽ അങ്ങനെയൊന്നും ഖുറാനിലില്ല. ഇനി അഥവാ നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചാൽ തന്നെ അതാണ് ഉണ്ട് എന്ന് തന്നെ വെക്കുക. എന്നാ പോലും ഇത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സാധനല്ലേ. ഇതിനിപ്പോ പഠിച്ചോണ്ട ആവശ്യമുണ്ടോ? അവിടെയും ഒരു സംശയം വരുന്നത് എന്താന്ന് വെച്ചാൽ, സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഹംസ സോഴ്സസിന്റെ ആ ആർട്ടിക്കിൾസ് പോയിരുന്നു വായിക്കുക. അല്ല, ഞാൻ പറയുന്നത് മൊത്തത്തില്ല. എക്സ് മുസ്ലിങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾക്ക് വിഷമം. ഇത് മുസ്ലിം ദാവാ പ്രവർത്തകനാണ് ഹംസ സോഴ്സസ്. നിങ്ങളിപ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ആരെങ്കിലും ഈ സയന്റിഫിക് മിറാക്കിൾസ് ഉന്തിത്തള്ളിക്കൊണ്ട് നടക്കുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ അടുത്ത് എവിടെയെങ്കിലും പ്രധാനപ്പെട്ട ദാവാ പ്രവർത്തകർ ആരെങ്കിലും അത് ഉന്തിത്തള്ളിക്കൊണ്ട് നടക്കണ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അത് കൈയൊഴിഞ്ഞ സാധനമാണ്. അത് നിങ്ങളത് എടുത്തോണ്ട് വരരുത്. അത് എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ ഇസ്ലാം വീണ്ടും പൊളി. ഓൾറെഡി പൊളിഞ്ഞ് മൂടി കീറി കിടക്കാണ്, വീണ്ടും പൊളി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോ പ്രോഫറ്റ് മുഹമ്മദിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ റിഗാർഡഡ് ആസ് ഒരു ഇല്ലിറ്ററേറ്റ് മാൻ ആയിട്ടാണ് പറയുന്നത്. അപ്പോ ഈ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഈ പറഞ്ഞ ഇപ്പോ ഖുറാനെ സംബന്ധിച്ചിടത്തോളം ഡിസ്ക്രൈബ് ചെയ്തേക്കണത് ഖുറാനും ഒരു പദ്യമോ ഗദ്യമോ അല്ല എന്നുള്ള രീതിക്ക്. അപ്പൊ അതൊരു യുണീക്ക് ആയിട്ടുള്ളൊരു വേ ഓഫ് സ്ക്രിപ്ചർ ആണ്, അല്ലെങ്കിൽ വേ ഓഫ് റൈറ്റിംഗ് ആണ് വന്നേക്കുന്നത് ഖുറാനില്. അപ്പൊ അത് ഇന്നേ വരെ ആർക്കും റെപ്ലിക്കബിൾ ആയിട്ടൊരു രീതിക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല. ഈവൻ ദോ ലൈക്ക് അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പൊ ഈവൻ ദോ അന്ന് അറബിക് ലിറ്ററേച്ചർ അത്രയും ഗോൾഡൻ എറയിലായിട്ട് പോലും ആർക്കും അത് റെപ്ലിക്ക ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പറയണത് അത്രയ്ക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു അറബിക് ഒരു ലിറ്റററി വർക്കാണ്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു വിവരവും ബോധമൊക്കെ ഉള്ള ആൾക്ക് എഴുതാൻ പറ്റുള്ളൂ. മുഹമ്മദ് നബി ഇല്ലിറ്ററേറ്റ് ആയിരുന്നു, ഇതാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അത് ദൈവികമാകാം. അല്ല, അത് എങ്ങനെയാ പോസിബിൾ ആയി? മുഹമ്മദ് നബിനെ പോലെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് ഞാൻ പറഞ്ഞുതരാം. ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലംബോ ലായുഗത്തിൽ, വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു മലയാളം പദ്യമാണ്. ഇത് എഴുതിയത് ഏതെങ്കിലും ദൈവത്തിന്റെ സഹായത്തോടു കൂടിയാണോ? ഇതാരെങ്കിലും റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ONV കുറുപ്പിന്റെ കവിത ആരെങ്കിലും റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ റെപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ദൈവികമാവും. ഇനി റെപ്ലിക്കേറ്റ് ചെയ്തു തന്നെ കൂട്ടാം. റെപ്ലിക്കേറ്റ് ചെയ്തു തന്നെ കൂട്ടാം. പറഞ്ഞുതരാം. അല്ല പറഞ്ഞുതരാം. ഇനിയിപ്പോ റെപ്ലിക്കേറ്റ് ചെയ്തു തന്നെ കൂട്ടാം. ഈ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്നൊക്കെ എഴുതി വെക്കാൻ ഇന്നത്തെ കാലത്ത് ആർക്കെങ്കിലും കഴിയുമോ? അങ്ങനെ ഒരാൾ എഴുതി വെച്ച ആ കിതാബിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് ആരെങ്കിലും എഴുതുമോ? ബോധമുള്ള ആരെങ്കിലും? അല്ല, ഞാൻ ചോദിക്കുന്നപ്പോ ഇത്രയും. രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം, ഈ ഖുറാനിൽ എന്താണ് ഉള്ളത് ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എഴുതാൻ പറ്റാത്ത കാര്യം? ഒരായത്ത് നിങ്ങൾ പറഞ്ഞേ. ഇപ്പോ അതിന്റെ റൈമിങ്സ് ആണെന്നുണ്ടെങ്കിലും പല സംഭവങ്ങളിലും അതാ ഞാൻ ചോദിച്ചേ. ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലംബോ ലായുഗത്തിൽ, വളരെയധികം റൈമിംഗ് അല്ലേ? അത് എഴുതിയത് ഏതെങ്കിലും മലയാളം PhD കാരനാണോ? നിങ്ങൾ ഈ നാടോടി പാട്ടൊന്നും കേട്ടിട്ടില്ലേ? നാടോടി പാട്ടൊക്കെ നല്ല എന്താണ്, മറ്റേ കലാഭവമണിയുടെ പാട്ടുകളെങ്കിലും നിങ്ങൾ കേട്ട് കാണല്ലോ. കലാഭവമണി മലയാളം PhD പ്രൊഫസർ വല്ലതായിരുന്നു ആണോ?
ഇത് ഭാഷ അറിയുന്ന ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യമല്ലേ? കാക്കേ കാക്കേ കൂടെ ഇവിടെ, ഇവിടെ പ്രശ്നം എന്ന് കൂട്ടിനകത്തൊരു വെച്ചാല് കുഞ്ഞുണ്ടോ? ഭാഷ അധികം കൈകാര്യം ചെയ്യാത്തൊരു മനുഷ്യനായിരുന്നല്ലോ. അതായത് അതെന്തേ മുഹമ്മദ് നബി മൂകനായിരുന്നോ? വർത്താനൊന്നും പറയില്ലായിരുന്നോ? മൂകന്റെ അല്ലല്ലോ, ഒരു സാധാരണ മനുഷ്യന് എഴുതുന്നതിലും ഒരു അതിന് മുഹമ്മദ് above നബി അവിടെ average എഴുതി വെച്ചത്. എന്തൊക്കെ പറഞ്ഞാല് ഖുറാനിലെ മുഹമ്മദ് നബി അതിനെ എവിടെ എഴുതി വെച്ചത്? മുഹമ്മദ് നബി ഇതെല്ലാം വായിക്കല്ലേ ചെയ്തത്, പറയല്ലേ ചെയ്തത്. ഓക്കെ, പറഞ്ഞതാണെന്നുണ്ടെങ്കിലും ആ ഇപ്പൊ അതും ഒരു ആവറേജ് മനുഷ്യനെ കൊണ്ട് നടക്കുന്ന ഒരു കേസ് അല്ലല്ലോ. നിങ്ങൾ പറയൂ, ഏതാണ് മുഹമ്മദ് നബി പറഞ്ഞതിൽ ഒരു ആവറേജ് മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത എന്താണുള്ളതെന്ന് ഒരെണ്ണം പറയൂ, ഒരു എക്സാമ്പിൾ. റഹ്മാന്റെ ഒരു വേഴ്സസ് ആണെന്നുണ്ടെങ്കിൽ പോലും അതിൽ വരുന്ന ഇപ്പോ ഫബിഅയ്യി റബ്ബിക്കുമാ തുകസ്സിബാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വേർഡ്സ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കുന്ന സമയത്ത് അത് റൈമിംഗ് ആയിട്ട് തോന്നി, നല്ല റൈമിംഗ് ആണ്. അപ്പൊ റൈമിംഗ് ആയിട്ട് ഓരോ കേസസിലും ഇപ്പോ ആ ഒരു ഓർഡേഴ്സിലാണെന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ ഇത് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഒരു പദ്യ ഭംഗി, ഒരു പോയറ്റിക് ബ്യൂട്ടി ഉള്ള ഒരു സാധനം എഴുതുന്നത്, അത് എഴുതാൻ ആർക്കും കഴിയില്ല, പ്രവാചകന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അപ്പൊ എ റഹ്മാനൊക്കെ പ്രവാചകനാണോ? അല്ല, അപ്പൊ ഞാൻ പറയുന്നത് നമ്മള് ഗുൽസാർ പ്രവാചകനാണോ? അപ്പൊ അത്രയും ജീനിയസ് ആയ ഒരു വ്യക്തി ആയിരിക്കാം എന്നാണ്. ഭാഷ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞ ആർക്ക് വേണേലും ചെയ്തൂടെ ഇതൊക്കെ? അതിന് ജീനിയസ് ആവണമെന്നുണ്ടോ? ആളുടെ ക്വാളിറ്റീസിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാഷ മാത്രമല്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അതാ പറയണേ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഭാഷയുടെ കാര്യല്ലേ? 23 വർഷം ഈ ഒരു സംഭവം എഴുതാൻ വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഓക്കെ, മേ ബി ഇത് പോസിബിൾ ആയേക്കാം. ആ ഒരു സംഭവത്തിൽ മാത്രം. ഇപ്പോ കവികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോക്കസ് എന്ന് പറഞ്ഞാല് ആ ഒരു കവിതകൾ എഴുതുന്നതോ അല്ലെങ്കിൽ ലിറ്ററേച്ചർ എഴുതുന്നതായിരിക്കാം. ഞാൻ കവിത എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോഴോ എനിക്ക് സമയം കിട്ടുമ്പോ ഞാൻ എഴുതാറുണ്ട്. ഞാൻ ജീനിയസ് ആണോ? നിങ്ങളുടെ കവിത 2 ബില്യൺ ആളുകൾ ഫോളോ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ 2 മില്യൺ ആളുകൾ ഒരു കവിത എഴുതി അത് ഫോളോ ചെയ്താൽ അയാൾ ജീനിയസ് ആവുമോ? ദാറ്റ് മീൻസ് അതില് സംതിങ് ഉണ്ട്. അപ്പൊ നമ്മള് ഒപ്പ ഗംഗ്നം സ്റ്റൈൽ ഒരു അടിപൊളി കവിത അല്ലായിരുന്നു? കവിത അല്ലല്ലോ അത്, പാട്ട്. അതാരും ഫോളോ ചെയ്തുകൊണ്ടുണ്ടല്ലോ. എത്ര ബില്യൺ ആളുകൾ, നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്ക്, എത്ര പേര് അത് കേട്ടിട്ടുണ്ട് എന്നുള്ളതും ഫോളോ ചെയ്യുന്നതും വ്യത്യാസമല്ലേ? ഫോളോ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതായത് അതിനകത്ത് ഇപ്പൊ കാഫിറിനെ കൊല്ലാൻ പറഞ്ഞൊക്കെ ഫോളോ ചെയ്യുന്ന അത്ര നല്ല കാര്യമാണെന്നാണ് നിങ്ങൾ പറയുന്നത്? കാഫിറിനെ കൊല്ലാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഏത് കോണ്ടെക്സ്റ്റിലാ കാഫിറിനെ കൊല്ലുക? അത് ശരിയാവുക? ബക്കറയിലെ സംഭവമല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഏതാണ് ആ കോണ്ടെക്സ്റ്റിൽ? ഏത് കോണ്ടെക്സ്റ്റിലാണ് കാഫിറിനെ കൊല്ലുന്നത് ശരിയാവുക? നിങ്ങൾ പറയും. നിങ്ങളുടെ മുന്നിൽ ഒരു കാഫിർ വരുന്നു, ഏത് കോണ്ടെക്സ്റ്റിൽ അവനെ കൊല്ലാം നിങ്ങൾക്ക്? ഇപ്പൊ നിങ്ങളിപ്പോ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അല്ലെ? അതെ. അപ്പോ ഇസ്രായേൽ എക്സ്പ്ലിസിറ്റ്ലി ആണെന്നുണ്ടെങ്കിലും ആളുകളെ കൊല്ലുന്നതിൽ നിങ്ങളപ്പോ ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്നില്ലേ? അങ്ങനെയല്ലല്ലോ സപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ ആൻഡ് പാലസ്തീൻ ഇഷ്യൂ വരുന്ന സമയത്ത് നിങ്ങളപ്പോ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ? ഞാൻ രണ്ടുപേരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ വാറിന് എഗെയിൻസ്റ്റ് ആണ്. ഞാനും വാറിന് എഗെയിൻസ്റ്റ് ആണ്. എനിക്ക് വാർ നിൽക്കണം. ഞാൻ ഇങ്ങനെ മാറി നിൽക്കുന്ന ആളല്ല. അപ്പോ നിങ്ങൾ പറയും, ഈ വാർ അവസാനിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയണത്? ഒന്ന് പറഞ്ഞേ. ഞാൻ പറയുന്നത് വാർ അവസാനിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നോ ഇതൊന്നല്ല. നിങ്ങൾ പറയൂ, ഈ വാർ അവസാനിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങളൊരു സൊല്യൂഷൻ പറ. ആ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. നിങ്ങൾ പറയൂ, വാർ അവസാനിക്കാൻ എന്ത് ചെയ്യും? അവിടെ ഒരു വാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി അവിടെ ഒരു എന്താ പറയാ, മറ്റേ ഇന്നസെന്റ് സിവിലിയൻ എന്തുണ്ടാവും, കാഷ്വാലിറ്റീസ് ഉണ്ടാവും അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഒരു കോണ്ടെക്സ്റ്റ് ആയിരിക്കും ഇവിടെ വന്നത്. അതല്ലല്ലോ. നിങ്ങൾ അങ്ങനെ അതിനെ ലഘൂകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ കാഫറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്ന് പറയുന്നത് ഏത് കോണ്ടെക്സ്റ്റിലാന്ന് പറ. അതാ ഞാൻ പറഞ്ഞത്, അത് മറ്റേ യുദ്ധത്തിന്റെ ഒരു വേളയിൽ പറഞ്ഞ പോലെ തന്നെ. അത് യുദ്ധമല്ല, പിന്നെ അത് യുദ്ധം കഴിഞ്ഞു നിൽക്കുന്ന സമയത്താ പറഞ്ഞത്. ഇനി ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യണം എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോഴോ? മേബിയോ? അപ്പൊ അത് ശരിയാണോ? അതായത് വീണ്ടും അപ്പൊ അത് ശരിയാണോ? ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മക്ക വിജയം കഴിഞ്ഞതിന് ശേഷം അവിടെ ബാക്കിയുള്ള കാഫിറുകൾ എന്ത് ചെയ്യണം? ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. മേബി അവർക്ക് അതൊരു ത്രെറ്റായി തോന്നിയിട്ടുണ്ടാവും. അപ്പൊ ത്രെട്ടായി തോന്നി അവരൊക്കെ കൊല്ലുന്നതിൽ തെറ്റില്ല എന്നാ നിങ്ങൾ പറയണത്? അതന്നെയല്ലേ ഇസ്രായേലും ചെയ്യുന്നത്. ഇസ്രായേൽ അതല്ലല്ലോ ചെയ്യുന്നത്. പിന്നെ ഇസ്രായേൽ ഹമാസിനല്ലേ വെടിവെച്ചിരുന്നത്? ഹമാസിനെ കൊല്ലുന്നതില് ഒരു 80% സിവിലിയൻസ് അല്ലേ പോകുന്നത്. അത് അവരെ ഹ്യൂമൻ ഷീൽഡ്സ് ആയിട്ട് ഹമാസ് വെക്കണോണ്ടല്ലേ? ഹ്യൂമൻ ഷീൽഡ്സ് ആയിട്ട് വെക്കാതിരുന്നാ പോരെ? അപ്പൊ അവിടെ അവർക്കൊരു ഓപ്ഷൻ ഇല്ലല്ലോ. എന്ത് ഓപ്ഷൻ ഇല്ല? ഇസ്രായേലിന് ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. എന്ത് ഓപ്ഷൻ ഇല്ല? ഈ പറഞ്ഞതുപോലെ തന്നെ ഈ 100% ആളുകളില് 80%
കാഷ്വാലിറ്റി ഒഴിവാക്കാൻ അവർക്ക് ഒരു ഓപ്ഷൻ ഇല്ല. അവര് പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ലോകത്ത് ശ്രമിക്കുന്നുണ്ട്, അല്ലാതെ ഓപ്ഷൻ ഇല്ല. നടന്നിട്ടുള്ള വാറുകളിൽ ഏറ്റവും കുറവ് സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉള്ള ഒരു യുദ്ധമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതറിയോ? സിവിലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇപ്പോ 1 മില്യൺ 2 മില്യൺ പോപ്പുലേഷൻ ആയ ഏകദേശം പലസ്തീനിൽ ബാക്കിയുള്ളൂ. എന്നാൽ പോലും അതായത് അവിടെ കൊല്ലപ്പെടുന്ന സൈനികർക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നോക്കുമ്പോൾ എത്ര സിവിലിയൻസ് കൊല്ലപ്പെടുന്നു, അതാണ് ആ കണക്ക്. അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് സിവിലിയൻ ഡെത്താണ്. അതിനേക്കാൾ 10 മടങ്ങ് സിവിലിയൻസ് മരിച്ചുകൊണ്ടിരിക്കുന്ന യമൻ ഉണ്ട്, സിറിയ ഉണ്ട്, സുഡാൻ ഉണ്ട്, നൈജീരിയ ഉണ്ട്. നിങ്ങൾ എന്താ അതിനെ കുറിച്ചൊന്നും പറയാത്തെ? ഞാൻ അതിനൊന്നും ഇപ്പൊ ഒരു സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞു വന്നത് 9/5 കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലുന്നത് ശരിയാണെന്നാ നിങ്ങൾ പറഞ്ഞു. അതൊക്കെ നിൽക്കട്ടെ, നിങ്ങൾ ഇത് പറയും, കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലുന്നത് ശരിയാണെന്നാ നിങ്ങൾ പറഞ്ഞു വന്നത്. അതെങ്ങനെ ശരിയാവുക? അത് പറയും. എന്നാ പിന്നെ അത് തള്ളി പറയും, അത് ശരിയല്ല എന്ന് പറയുന്നത്. അതിന്റെ കോണ്ടെക്സ്റ്റില് ആ കോണ്ടെക്സ്റ്റ് ഇതാണ്. ആ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ള സിവിലിയൻസിനെ എന്ത് ചെയ്യണം, ഇതാണ് അവിടുത്തെ കോണ്ടെക്സ്റ്റ്. അത് ഇത് ശരിയാണോ? ഈ ഇൻസ്ട്രക്ഷൻ ശരിയോ തെറ്റോ? ഇപ്പൊ യുദ്ധത്തിലല്ല, യുദ്ധം കഴിഞ്ഞതിന് ശേഷം ബാക്കിയാവുന്ന ആളുകൾ എന്ത് ചെയ്യണം? യുദ്ധത്തില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? എല്ലാവരും കൊല്ലാനൊന്നും നടക്കുന്ന കഴിഞ്ഞാല് നടക്കുന്ന സംഭവമല്ലല്ലോ. അതെ, അത് ശരി. പക്ഷെ ഖുറാനിൽ എഴുതി വെച്ചിരിക്കണം അവരെ കൊല്ലണം എന്നാണ്. അത് ശരിയോ തെറ്റോ? ഞാൻ പറയുന്നത് മദീനയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഇത് പറയൂ, ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നതിന്റെ കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ അതിന് ഉത്തരം പറയാത്ത എന്താ? മുങ്ങണ എന്തിനാ? നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയാം, അത് ശരിയോ തെറ്റോ? അല്ല, ഞാൻ അത് ശരിയോ തെറ്റോ എന്ന് പറയൂ, എന്നിട്ട് ബാക്കി. തെറ്റാണ്, അത് തെറ്റാണ്. ഇതൊക്കെ തന്നെ നമ്മളും പറയണുള്ളൂ. അതങ്ങോട്ട് പറഞ്ഞാ പോരെ. പിന്നെ എന്തിനാ അതിന് ഇസ്രായേലിനൊക്കെ വലിച്ചുകൊണ്ട് വരണം? എന്തിനാ? ഇസ്രായേൽ അങ്ങനെ ഹമാസിന്റെ സിവിലിയൻസിനെ പോയി തല്ലിക്കൊല്ലുന്നൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അവിടെ ഗാസയിലുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട മത നേതാക്കൾ പോലും ഹമാസിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞു. ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന നിലയിലേക്ക് അവർ വന്നു കഴിഞ്ഞു. അത് നിങ്ങൾ അറിഞ്ഞോ? അത് നിങ്ങൾ അറിഞ്ഞോ? ഇനിയിപ്പൊ ഞാന് അറിഞ്ഞോടത്തോളം കാഫിർ എന്നൊരു വേർഡിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ വൺ ഹു ഡിനൈസ് ദ ട്രൂത്ത്. ഹിന്ദുക്കൾ കാഫിറാണോ അല്ലേ? ഇപ്പോൾ അവരറിഞ്ഞിട്ടാണ് ഹിന്ദുക്കൾ കാഫിറാണോ അല്ലേ? ഇപ്പൊ എന്റെ ഒരു കൺസെപ്റ്റിലല്ല, നിങ്ങളുടെ കൺസെപ്റ്റ് എനിക്ക് അറിയണ്ട. ഇസ്ലാമിലെ കൺസെപ്റ്റ് ഞാൻ ചോദിക്കണോ? അതായത് എല്ലാ ഹിന്ദുക്കളും കാഫിറാണോ എന്ന് വെച്ചാൽ അല്ല. ഹിന്ദുക്കൾ കാഫിറാണോ അല്ലേ? നിങ്ങളുടെ കൺസെപ്റ്റ് അല്ല എനിക്ക് അറിയേണ്ടത്. ആസ് പെർ ഇസ്ലാമിക് ഡെഫിനിഷൻ, അതാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ ചില വിയേർഡ് ആയിട്ടുള്ള പല ഡെഫിനിഷൻസും കൺസെപ്റ്റ്സും കാണാം. അതെന്റെ വിഷയമല്ല. ഐ ആം ടോട്ടലി ബൗണ്ട് ടു ഇസ്ലാം. അതിനെ കുറിച്ച് നിങ്ങൾ പറയും. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഹിന്ദുക്കൾ കാഫിറാണോ അല്ലേ? അല്ല. എന്നാ നീ ബാക്കി മോൻ പഠിച്ചിട്ട് വാ. ഓക്കെ, അത് മോൻ പഠിച്ചിട്ട് വാ. ഇസ്ലാമിൽ അത് കാഫിറാണ്. നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ നിങ്ങൾ പോയി പഠിക്കൂ. ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല. ബാക്കിയുള്ളവരല്ല, ഇത് ഇസ്ലാമിലെ കാഴ്ചപ്പാട്, അതിനകത്തുള്ള ശരിയായ കാഴ്ചപ്പാടുകളാണ് നമ്മൾ പറയുന്നത്. നിങ്ങളത് അന്വേഷിക്കൂ, പഠിക്കൂ, അതല്ലേ വേണ്ടേ. നിങ്ങളുടെ വിഷ്വൽ തിങ്കിങ് ഞാൻ എടുക്കില്ല, അതെന്റെ വിഷയമല്ല. ഓക്കെ, യെസ്, ബൈ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitum ya Rasulu Dingah. Ashhadu an
الرسول دينغا حي على free thinking حي على free thinking حي على scientific temper حي على scientific temper Dingahu Akbar La